ഇച്ചായ നാദ്. കോറിഡോറിലൂടെ പാഞ്ഞു വരുന്ന കാശിയെ കണ്ട് ജെസ്സി ഒരു വിറയലോടെ ജോബിന്റെ കയ്യിൽ അവളുടെ കയ്യമർത്തി. അങ്കിൾ, എന്താ? എൻ്റെ കിച്ചുവിന് എന്താ പറ്റിയത്? ജോണിനെ പിടിച്ചുലച്ചുകൊണ്ട് കാശി വെപ്രാളത്തോടെ ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ നിന്നുപോയ അയാൾ. ജെസ്സി, എന്താടി? എന്താ എൻ്റെ മോൾക്ക് പറ്റിയത്? ജോണിൽ നിന്ന് പിടിവിട്ട് ജെസ്സിക്ക് നേരെ തിരിഞ്ഞു അവൻ. അവന് കൊടുക്കാൻ ഉത്തരമില്ലാതെ ജെസ്സി പൊട്ടിക്കരഞ്ഞുപോയി. അവൾക്കടുത്ത് തന്നെ ജോബിൻ നിൽക്കുന്നത് കണ്ടെങ്കിലും കാശി അവനെ നോക്കാൻ പോയില്ല. പറയടി, എൻ്റെ മോൾക്കെന്താ? ജെസ്സിയുടെ കവളിൽ പിടിച്ചുകൊണ്ട് കാശി അലറി. കാശി, നീ എന്തായി കാണിക്കുന്നത്? അവളെ വിട്, കിച്ചുവിനൊന്നുമില്ല. അവളെ ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുക, ഒരു കുഴപ്പവുമില്ല. അവളൊന്ന് വീണു, അത്രയുള്ളൂ. ജോൺ അവനെ സമാധാനിപ്പിക്കാനായി അങ്ങനെയൊരു നുണ പറഞ്ഞു. നുണ, പച്ചക്കള്ളമാണ് നിങ്ങൾ പറയുന്നത്. എൻ്റെ കിച്ചുവിന് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്, അല്ലാതെ ഇവൻ ഇങ്ങനെ ഇരിക്കില്ല. ലേബർ റൂമിൻ്റെ ഡോറിന് ഫ്രണ്ടിലായി തകർന്നിരിക്കുന്ന ജോയലിനെ ചൂണ്ടിക്കാട്ടി കാശി ജോണിന് നേരെ അലറി. പറയടാ, എൻ്റെ കിച്ചുവിന് എന്താ പറ്റിയത്? പാഞ്ഞു ചെന്ന് നിലത്തുനിന്ന് ജോയലിനെ വലിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് കാശി അലറി. അപ്പോഴും ജോയൽ ഒന്നും മിണ്ടിയില്ല. കാശിയുടെ വലിഞ്ഞു മുറുകുന്ന മുഖത്തേക്ക് നോക്കി അവൻ നിർവികാരനായി നിന്നു. കാശി, നീ ഇവിടെ ഇരിക്ക്, എല്ലാം പറയാം. ജോയലിനടുത്ത് നിന്ന് കാശിയെ പിടിച്ചു മാറ്റിക്കൊണ്ട് ജോബിൻ അലിവോടെ പറഞ്ഞു. വിടടാ, നിങ്ങൾ എൻ്റെ കിച്ചുവിനെ കൊല്ലാൻ വേണ്ടിയാണോ ആ വീട്ടിലേക്ക് കൊണ്ടുപോയത്? ജോബിൻ്റെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് കാശി ജോണിന് നേരെ തിരിഞ്ഞു. മോനെ, ഞാൻ... മിണ്ടരുത്. പറഞ്ഞതല്ലേ ഞാൻ അവിടേക്ക് അവളെ കൊണ്ടുപോകണ്ടെന്ന്. ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞതല്ലേ അവളെ. കാശി തൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അവൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ തലകുനിച്ച് നിൽക്കാനല്ലാതെ ആർക്കും ഒന്നിനും കഴിയുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ... കാശി അടുത്തതായി എന്തോ പറയാൻ വന്നതും ഡോക്ടർ ഡോർ തുറന്ന് പുറത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. അതോടെ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായി. ഡോക്ടർ. അത്രയും നേരം നിർവികാരനായി നിന്ന ജോയൽ വെപ്രാളത്തോടെ ഡോക്ടറിനരികിലേക്ക് ഓടി. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടുവെന്ന് കരുതിക്കോളൂ. ഷീസ് ഫൈൻ നൗ. പേടിച്ചതുപോലെ ഒന്നും ഉണ്ടായിട്ടില്ല. വിജിലൽ സ്കാനിംഗ് റിപ്പോർട്ട് കിട്ടി. അതിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അതായത് പ്രത്യക്ഷത്തിൽ ക്ഷതങ്ങളൊന്നും കാണുന്നില്ല. ശരിയായ രീതിയിൽ മെഡിസിനും റെസ്റ്റും കൊടുത്താൽ എല്ലാം പഴയതുപോലെ തന്നെ നോർമലാകും. വിഷമിക്കാതെടോ, കുട്ടികൾ ഇനിയും ഉണ്ടാകും. ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതി മറവിക്ക് വിട്ടുകൊടുക്ക്. ജോയലിൻ്റെ തോളിൽ ഒന്ന് തട്ടി പറഞ്ഞുകൊണ്ട് ഡോക്ടർ നടന്നു നീങ്ങി. അത്രയും നേരം അനുഭവിച്ച ടെൻഷന് ചെറിയൊരു അയവ് വന്നതുപോലെ തോന്നി എല്ലാവർക്കും. ജോയൽ ഇരു കൈകൾ കൊണ്ട് തൻ്റെ മുഖം അമർത്തി തുടച്ചു. പക്ഷേ കാശി മാത്രം കേൾക്കാൻ പാടില്ലാത്തത് എന്തോ കേട്ടതുപോലെ തളർന്നിരുന്നു പോയി. അവളെയും കൂടി കൊന്നു കളഞ്ഞൂടായിരുന്നോ? കുഞ്ഞിനെ, അവളെ മാത്രം എന്തിനാ ബാക്കി വെച്ചത്? ജീവനോടെ ശവമാക്കാൻ വേണ്ടിയാണോ? പതിഞ്ഞതാണെങ്കിലും വേദനയായിരുന്നു കാശിയുടെ വാക്കുകളിൽ. എല്ലാവരും അവനെ അലിവോടെ നോക്കിയതല്ലാതെ ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സമയം അത്രയും ജോയലിൻ്റെ കണ്ണുകൾ പതിഞ്ഞിരുന്നത് ജോബിനായിരുന്നു. കൃഷ്ണയെ കൊല്ലാനുള്ള പകയുമായി നടന്നിരുന്നവൻ ഇന്ന് അവൾക്ക് വേണ്ടി കരയുന്നു. ഒരിക്കൽ കൊല്ലാൻ ശ്രമിച്ച കാശിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ തകർന്നു നിൽക്കുന്നു. എന്താണിതിൻ്റെ അർത്ഥം? ജോയൽ പലതും മനസ്സിലുറപ്പിച്ച് ജെസ്സിക്ക് മുന്നിലേക്ക് ചെന്നു നിന്നു. അവൻ്റെ വരവിൻ്റെ ഉദ്ദേശം അറിയുന്നത് കൊണ്ട് തന്നെ ജെസ്സി പേടിയോടെ ഉമിനീരിറക്കിപ്പോയി. നീ പറയുന്നോ അതോ ഞാൻ പറയിപ്പിക്കണോ? അത്ര മാത്രമേ ജോയൽ അവളോട് പറഞ്ഞുള്ളൂ. ചോദിച്ചാ നീ... നിർത്ത്. ജെസ്സിക്ക് മുന്നിൽ വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്ന ജോയലിനെ കണ്ട് എന്തോ പറയാമെന്ന ജോബിനെ അവൻ ദേഷ്യത്തോടെ കൈകൾ ഉയർത്തി തടഞ്ഞു. മിണ്ടിപ്പോകരുത് നിങ്ങൾ. ചിലപ്പോൾ നിങ്ങളുടെ സ്ഥാനം ഞാൻ മറന്നുപോകും. കൃഷ്ണയ്ക്ക് ഇപ്പോൾ സംഭവിച്ച അപകടം ഉൾപ്പെടെ എല്ലാം നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. പറ, എന്തിനായിരുന്നു അതിന് കാരണം? അവളെ ശത്രുവായി കണ്ട നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ അവളുടെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചതും ഇങ്ങനെ ഉരുകിയതും? ഇതിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ പിന്നെ ജോയലിന് ഇങ്ങനൊരു ഇച്ചായനും പെങ്ങളും ഇല്ല. ജെസ്സിക്കും ജോബിനു നേരെ അലറുകയായിരുന്നു ജോയൽ. അവൻ പറഞ്ഞത് ഓരോന്നും കേട്ട് കാശി സംശയത്തോടെ നെറ്റിച്ചുളിച്ചു. പറയാം, ഇനിയൊന്നും ആരോടും മറച്ചു വെച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കിച്ചുവിന് കൊടുത്ത വാക്കിൻ്റെ പേരിൽ മാത്രമാണ് ഇതുവരെ ആരെയും ഒന്നും അറിയിക്കാതിരുന്നത്. ഒരു മുഖവുരയോടെ പറഞ്ഞുകൊണ്ട് ജോബിൻ എല്ലാ കാര്യങ്ങളും അവരെ അറിയിച്ചു. ജനറേറ്റർ റൂമിൽ കൃഷ്ണയെ പൂട്ടിയിട്ടതും മനയിൽ അവളെ തേടി റയാൻ വന്നതും ഇപ്പോൾ മനഃപൂർവ്വം ശത്രുവിനെ കണ്ടെത്താൻ വേണ്ടി പ്ലാൻ തയ്യാറാക്കിയതും എല്ലാം അവൻ ഓരോന്നായി പറഞ്ഞു നിർത്തി. എന്നിട്ടിതൊക്കെ എന്തുകൊണ്ടാ ഞങ്ങളെ അറിയിക്കാതിരുന്നത്? ജോയൽ ദേഷ്യം കൊണ്ട് വിറച്ചു. കിച്ചു പറഞ്ഞിട്ട്. ഞങ്ങളോട് പോലും അവൾ ഒന്നും പറഞ്ഞിരുന്നില്ല. ജെസ്സിയോട് അവൾ പറയുന്നത് മറഞ്ഞു നിന്ന് കേട്ടതാണ് ഞാൻ പോലും. അന്നു മുതൽ ഓരോന്നും കണ്ടെത്താനുള്ള ഓട്ടത്തിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ തയ്യാറാക്കിയതാണ് ഈ പദ്ധതി. പക്ഷേ എൻ്റെ അശ്രദ്ധ കൊണ്ട് എല്ലാം നശിച്ചു. അതാരാണെന്ന് കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ജോബിൻ തളർച്ചയോടെ ചെയറിലേക്കിരുന്നു. ആരും ഒന്നും മിണ്ടിയില്ല. ജോയലും കാശിയും വലിഞ്ഞു മുറുകിയ മുഖവുമായി കുറച്ചു സമയം അങ്ങനെ തന്നെ നിന്നു. പിന്നീട് എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ചുകൊണ്ട് ജോയൽ മുന്നിലേക്ക് നടന്നു. ചോദിച്ചാ, നീ എങ്ങോട്ടായി പോകുന്നത്? അവൻ്റെ പോക്ക് കണ്ട് ജോബിൻ ആദിയോടെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ കയ്യിൽ പിടുത്തം വിട്ടു. കൈയെടുക്ക് ജോബിച്ചായ.
എനിക്കറിയണം എൻ്റെ പെണ്ണിനെ തൊടാൻ ധൈര്യമുള്ളവൻ ആരാണെന്ന്. അതറിഞ്ഞിട്ട് ജോയൽ ഇനി കൃഷ്ണയെ കാണൂ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ജോയലിനെ എല്ലാവരും മറന്നേക്ക്. ജോബിൻ്റെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് ജോയൽ കലിയോടെ പറഞ്ഞു. ഇതുവരെ ജോയൽ എല്ലാവർക്കും മുന്നിൽ ഒരു കഴിവുകെട്ടവനായി നിന്നു. അല്ല, അങ്ങനെ നിൽക്കേണ്ടി വന്നു. എൻ്റെ പെണ്ണിനോടും കുടുംബത്തോടും ഞാൻ ചെയ്തത് നെറുകേടാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇതുവരെ എനിക്ക് അങ്ങനെ നിൽക്കേണ്ടി വന്നത്. പക്ഷേ ഇനി അത് കഴിയില്ല. നഷ്ടപ്പെട്ടത് എനിക്കല്ലേ? അവളുടെ ഉള്ളിൽ തുടിച്ച എൻ്റെ ജീവന് നഷ്ടപ്പെട്ടത് എനിക്കല്ലേ? അപ്പോൾ അതിന് കണക്ക് ചോദിക്കേണ്ടതും ഞാൻ തന്നെയാണ്. പറയുന്നതിനൊപ്പം ജോയലിൻ്റെ കാലുകൾ മുന്നിലേക്ക് ചലിച്ചു. തൻ്റെ നിറയുന്ന കണ്ണുകൾ അവൻ വാശിയോടെ തുടയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ജോയിച്ച, നിൽക്ക്, ഞാനും വരുന്നു നിന്റെ കൂടെ. ജോബിൻ അവൻ്റെ പിറകെ ഓടി. വേണ്ട, ഇച്ചായൻ ഇവിടെ വേണം. കാശി, നിനക്ക് വേണമെങ്കിൽ എനിക്കൊപ്പം വരാം. തൊട്ടത് നിന്റെ പെങ്ങളെയാ. തിരിച്ചു തൊടുമ്പോൾ അതിൻ്റെ മധുരം അവനും അറിയണം. പറയുന്നതിനൊപ്പം കാശിയുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ജോയൽ പുറത്തേക്ക് മാഞ്ഞു. തൻ്റെ കണ്ണുകൾ ഒരിക്കൽ കൂടി അടച്ചു തുറന്ന് കാശിയും അവന് പുറകെ നടന്നു. ഇച്ചായ, അവരെന്തെങ്കിലും കുഴപ്പത്തിൽ പോയി ചാടുവോ? എനിക്ക് പേടിയാവുന്നു. ജെസ്സി ജോബിൻ്റെ കൈകൾ മുറുകെ പിടിച്ചു. ഒന്നും ഉണ്ടാവില്ല ജെസ്സി. പോയിരിക്കുന്നവർക്ക് രണ്ടുപേർക്കും കൃഷ്ണ എന്നത് വെറുമൊരു പെണ്ണല്ല, അവരുടെ പ്രാണനാണ്. അവളെ തൊട്ടവരുടെ കൈ വെട്ടിയെടുക്കാതെ അവരിനി തിരികെ വരില്ല. അത് പറയുമ്പോൾ ജോബിൻ്റെ വാക്കുകൾക്ക് വല്ലാത്ത ഉറപ്പായിരുന്നു. കുരിശിങ്കൽ തറവാടിൻ്റെ മുറ്റത്ത് ജോയലിൻ്റെ കാർ വന്ന് നിൽക്കുമ്പോൾ ഉമ്മറത്ത് ഇരിക്കുകയായിരുന്ന സേവിയറും മറിയവും അവിടെ നിന്നും പതിയെ എഴുന്നേറ്റു. കാശി, ഇറങ്ങ്. കോ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന കാശിയോട് ജോയൽ അത് പറഞ്ഞെങ്കിലും അവനത് കേൾക്കാത്തതുപോലെ ഇരുന്നു. ഇറങ്ങ് കാശി, ജോയൽ ഒരിക്കൽ കൂടി അവനോട് പറഞ്ഞു. ഞാനില്ല. ഈ മുറ്റത്ത് ഞാൻ കാല് കുത്താൻ സമയമായിട്ടില്ല. എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ പോയി ചെയ്തിട്ട് വാ. എന്നെ പ്രതീക്ഷിക്കണ്ട. കാശിയുടെ സ്വരം കടുത്തിരുന്നു. പിന്നീട് അവനെ നിർബന്ധിക്കാൻ നിൽക്കാതെ ജോയൽ തറവാട്ടിലേക്ക് കയറി. ഡെയ്സി ചേച്ചി എവിടെ വല്യപ്പച്ച? ഉമ്മറത്ത് കയറി സേവിയറോട് അത് ചോദിക്കുമ്പോൾ ജോയലിൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. അകത്തുണ്ട്, കിടക്കുകയാ. മറിയം പറഞ്ഞതിന് ഒന്നും മൂളിക്കൊണ്ട് ജോയൽ അകത്തേക്ക് കയറി. അവൻ നേരെ പോയത് ഡെയ്സി കിടക്കുന്ന റൂമിലേക്കാണ്. അവൻ ചെല്ലുമ്പോൾ അവർ ബെഡിൻ്റെ ഹെഡ്ബോർഡിൽ ചാരി കണ്ണുകളടച്ചിരിക്കുകയാണ്. നെറ്റിയിൽ ഒരു ചെറിയ ബാൻഡേജും ഒട്ടിച്ചിട്ടുണ്ട്. ചേച്ചി, അവർക്കടുത്തേക്ക് പതിയെ നടന്നുകൊണ്ട് ജോയൽ വിളിച്ചു. അവൻ്റെ വിളിയിൽ ഡെയ്സി ഒരു ഞെട്ടലോടെ കണ്ണു തുറന്ന് മുന്നിലേക്ക് നോക്കി. അവൻ്റെ വരവ് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ ഡെയ്സി പരിഭ്രമത്തോടെ നിറഞ്ഞിരുന്നു. പറയ്, ഇന്നലെ രാത്രി ഇവിടെ എന്താ ഉണ്ടായത്? ആരാ നിങ്ങളെ ഉപദ്രവിച്ചത്? മറ്റൊന്നും ചോദിക്കാതെ അവൻ അത്രമാത്രം ചോദിച്ചുകൊണ്ട് അവരുടെ കണ്ണുകളിലേക്ക് നോക്കി. അത് എനിക്കറിയില്ല, ശരിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. ഡെയ്സി അവൻ്റെ മുഖത്ത് നോക്കാതെ മറ്റെങ്ങോ നോക്കി വിക്കലോടെ പറഞ്ഞു. നുണ, നിങ്ങൾക്കറിയാം ആരാ വന്നതെന്ന്. നിങ്ങൾ മനഃപൂർവ്വം പറയാത്തതാണ്. ജോയൽ അവരോട് ചൂടായി. അല്ല, വന്നവരെ എനിക്ക് അറിയില്ല. എനിക്ക് പരിചയമുള്ള ആളല്ല. ഡെയ്സി വീണ്ടും വിക്കിക്കൊണ്ട് പറഞ്ഞു. ശരി, തൽക്കാലം ഞാനിത് വിശ്വസിക്കാം. പക്ഷേ ഇപ്പോൾ പറഞ്ഞത് ഇനി മാറ്റി പറയാൻ ഇടവരുതേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ? പറയേണ്ടി വന്നാൽ ജോയലിൻ്റെ മറ്റൊരു മുഖം കൂടി കാണേണ്ടി വരും നിങ്ങൾക്ക്. അത്രയും പറഞ്ഞ് അവരെ ദേഷ്യത്തിലൊന്ന് നോക്കി ജോയൽ പുറത്തേക്ക് പാഞ്ഞു. പിന്നെ തറവാട്ടിൽ നിൽക്കാതെ അപ്പോൾ തന്നെ അവൻ അവിടെ നിന്നും പോയി. അവൻ പോയതിൻ്റെ പിറകെ തന്നെ സേവിയറും മറിയവും ഡെയ്സിക്ക് അടുത്തേക്ക് ചെന്നു. ഞങ്ങളോട് ക്ഷമിക്കണം ജെയ്സി, നിന്നെക്കൊണ്ട് ഇങ്ങനെയൊരു നുണ പറയിപ്പിച്ചതിന്. വയസ്സുകാലത്ത് മക്കളും കൊച്ചുമക്കളും തമ്മിൽ തല്ലിപ്പിരിയുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു കടുംകൈ നിന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചത്. കിച്ചുമോളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ജിവിച്ചനാണെന്ന് അറിഞ്ഞാൽ ജോയിച്ചൻ അവനെ പിന്നെ വെച്ചേക്കില്ല. അതും കൂടി കാണാനുള്ള ശേഷിയില്ല ഈ കിഴവനും കിഴവിക്കും. ഞങ്ങളോട് ക്ഷമിക്കും. മറിയം ഡെയ്സിക്കരികിലേക്ക് ഇരുന്ന് അവരുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണീരോടെ പറഞ്ഞു. എന്നതാ അമ്മച്ചി ഈ പറയുന്നത്? നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഞാനും ഒരമ്മയാണ്. മക്കൾ തമ്മിൽ തല്ലിപ്പിരിയുന്നത് കാണാൻ ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കില്ല. പക്ഷേ ഇവിടെ ജിബിക്കുഞ്ഞ് ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാ. അതിനുള്ള ശിക്ഷ തമ്പുരാൻ അവന് കരുതി വെച്ചിട്ടുണ്ടാവും. ഞാനായിട്ട് ആരോടും ഒന്നും പറയില്ല, നിങ്ങൾ പേടിക്കണ്ട. ഡെയ്സി പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവരുടെ വാക്കുകളിൽ സേവിയറും മറിയവും തൽക്കാലം ആശ്വാസം കണ്ടെത്തി. പക്ഷേ അമ്മച്ചി, കിച്ചുമോൾ ഉണരുമ്പോൾ ജിബിക്കുഞ്ഞിൻ്റെ പേര് പറയില്ലേ? ഡെയ്സി ആദിയോടെ ചോദിച്ചു. ഇല്ല. അത്രയും നേരം മിണ്ടാതെ നിന്ന സേവിയർ പെട്ടെന്ന് തന്നെ ഡെയ്സിക്കുള്ള മറുപടി കൊടുത്തു. കിച്ചുവിൻ്റെ നാവിൽ നിന്ന് അതാരും അറിയില്ല. അവൾ ജിവിച്ചൻ്റെ പേര് പറയില്ല, എനിക്കുറപ്പാണ്. അത്രയും പറഞ്ഞുകൊണ്ട് സേവിയർ പുറത്തേക്ക് ഇറങ്ങിപ്പോൾ അയാൾ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാകാതെ മറിയവും ഡെയ്സിയും അയാൾ പോയ വഴിയെ സംശയത്തോടെ നോക്കിയിരുന്നു. റയാൻ എവിടെ ബെന്നി? എനിക്കറിയില്ല. പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ. നിലത്ത് മുട്ടുകുത്തി നിൽക്കുന്ന ബെന്നിയുടെ തലമുടി പിറകിലേക്ക് വലിച്ചു പിടിച്ചുകൊണ്ട് കാശി അലറി. സത്യമായും എനിക്കറിയില്ല. അവൻ എന്നെ ഇപ്പോൾ വിളിക്കാറില്ല, കാണാനും വരാറില്ല. ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക്. ബെന്നി അവനോട് കെഞ്ചി. വിട്ടേക്ക് കാശി, അവൻ അറിയുന്നില്ലെന്നല്ലേ പറഞ്ഞത്? പാവം, വേദനിക്കുന്നുണ്ടാവും. കാശിക്ക് പിറകിൽ നിന്ന് മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് ജോയൽ പുഞ്ചിരിയോടെ പറഞ്ഞു.
പക്ഷേ അവൻ്റെ പുഞ്ചിരിക്ക് പിന്നിലെ ക്രൂരത മനസ്സിലായതും ബെന്നിയുടെ ശരീരം വിറവുകൊണ്ടു. കാശി അപ്പോൾ തന്നെ അവൻ്റെ മേലുള്ള പിടിവിട്ടു. ശരി ബെന്നി, നീ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കാം. റയാൻ എവിടെ ഉണ്ടെന്ന് നിനക്കറിയില്ല, സമ്മതിച്ചു. നീ നിന്റെ ഫോണിങ്ങ് തന്നെ, ഞാൻ റയാനെ ഒന്ന് വിളിക്കട്ടെ. നിലത്ത് കിടക്കുന്ന ബെന്നിയുടെ അടുത്തേക്ക് കാല് കുത്തിയിരുന്നു കൊണ്ട് ജോയൽ അവന് നേരെ കൈനീട്ടി. അത് ഞാൻ വിളിച്ചാൽ അവൻ കോൾ എടുക്കില്ല, ബെന്നി വിറയലോടെ പറഞ്ഞു. ഫോൺ എടുക്കുന്നതും എടുക്കാത്തതും പിന്നീടുള്ള കാര്യമല്ലേ ബെന്നി, നീ ആദ്യം ആ ഫോണിങ്ങതാ, ഞാനൊന്ന് വിളിക്കട്ടെ. അത് ഫോൺ എടുക്കടാ. ബെന്നിയുടെ പതർച്ച കണ്ട് ജോയൽ അവൻ്റെ കഴുത്തിന് പിടിച്ചുകൊണ്ട് അലറി. ബെന്നി അപ്പോൾ തന്നെ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ലോക്ക് മാറ്റി ജോയലിൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ കോൾ ലിസ്റ്റ് എടുത്ത് മൊത്തത്തിലൊന്ന് നോക്കി. ആഹാ, ഇൻകമിങ് ഔട്ട് ഗോയിങ് എല്ലാം ഉണ്ടല്ലോ. നീയല്ലേ ബെന്നി പറഞ്ഞത് അവനും നീയും കാണാറേ ഇല്ല, വിളിക്കാറേ ഇല്ലെന്നൊക്കെ. എന്നിട്ട് അരമണിക്കൂർ മുമ്പും കോള് പോയിട്ടുണ്ടല്ലോ ബെന്നി. അപ്പോൾ എങ്ങനെയാ, പറയുമല്ലേ അവൻ എവിടാണെന്ന്? പുഞ്ചിരി നിലനിർത്തിക്കൊണ്ട് തന്നെ ജോയലിൻ്റെ സംസാരത്തിൽ ബെന്നി അടിമുറി വിറച്ചു. ഇനി അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ബെന്നി ഉറപ്പിച്ചു. എങ്കിലും അവർക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ അവൻ തയ്യാറായില്ല. അവൻ പഴയ പല്ലവി തന്നെ വീണ്ടും ആവർത്തിച്ചു. എനിക്കറിയില്ല. പറഞ്ഞു കഴിയുന്നതിന് മുന്നേ ബെന്നിയുടെ അലർച്ച അവിടെ മുഴുങ്ങി. ജോയൽ വേണ്ട. തൻ്റെ കാലിന് തിരിച്ചൊടിക്കുന്ന ജോയലിൻ്റെ കൈകൾ തടയാൻ ശ്രമിച്ചുകൊണ്ട് ബെന്നി അലറിക്കരഞ്ഞു. ജോയൽ അവൻ്റെ ഇരു കാലുകളും തിരിച്ചൊടിച്ചു. നിലത്ത് കിടന്ന് ബെന്നി വേദനയാൽ ഞരങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു. പറഞ്ഞില്ലെങ്കിൽ ഇവിടെ തീരും നിന്റെ ഈ നശിച്ച ജന്മം. അവനെ നിലത്തു നിന്ന് വലിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ജോയൽ കയ്യിൽ കരുതിയിരുന്ന കത്തി അവൻ്റെ കഴുത്തിലേക്ക് അടുപ്പിച്ചു. കാശി എല്ലാം കണ്ടുകൊണ്ട് മാറിൽ കൈയും കെട്ടി നിന്നു. വേണ്ട, ഞാൻ പറയാം. അവൻ്റെ കത്തിക്ക് മുന്നിൽ വിറച്ചുകൊണ്ട് ബെന്നി ഉമിനീരിറക്കിപ്പോയി. എങ്കിൽ പറയും, അവൻ എവിടെ ഉണ്ട്? അവരുടെ കമ്പനിയുടെ പഴയ ഗോഡൗണിലുണ്ട്. എന്നെ കൊല്ലില്ലേ ജോയൽ, എനിക്ക് ഇതുമായി യാതൊരു ബന്ധമില്ല. എന്നെ വെറുതെ വിടണം, ബെന്നി പേടിയോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുന്നിൽ കൈ കൂപ്പി. ജോയൽ ദേഷ്യത്തോടെ അവനെ പിറകിലേക്ക് തള്ളിക്കൊണ്ട് പുറത്തേക്ക് പാഞ്ഞു. നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. നീ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. അവിടെ റയാനില്ലെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ ഇവിടേക്ക് വരും. പിന്നെ തിരിച്ചു പോകുമ്പോൾ നിന്റെ ജീവൻ എടുത്തിട്ടേ പോകൂ. ബെന്നിക്കരിയിലേക്ക് കുനിഞ്ഞുകൊണ്ട് വലിഞ്ഞു മുറുകുന്ന മുഖത്തോടെ പറഞ്ഞുകൊണ്ട് ജോയലിന് പുറകെ കാശിയും പുറത്തേക്ക് പോയി. നിനക്കിതിൽ പങ്കുണ്ടോ ലിയ? തനിക്ക് മുന്നിൽ തല ഉരിച്ചിരിക്കുന്ന ലിയയെ നോക്കി പോൾസൺ ഗൗരവത്തോടെ ചോദിച്ചു. അപ്പം എന്താ അങ്ങനെ ചോദിച്ചത്? എനിക്കെന്ത് പങ്ക്? ഈ കാര്യത്തിൽ എനിക്കൊരു പങ്കുമില്ല, ലിയ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് വാശിയോടെ പറഞ്ഞു. ശരി, ഞാൻ വിശ്വസിക്കാം. പക്ഷേ ഇതിൽ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ നിന്റെ കൂടെ നിൽക്കില്ല. കാരണം ഇതൊരു ജീവന്റെ പ്രശ്നമാണ്. കൃഷ്ണയെ കുരിശിങ്കൽ നിന്ന് ഇറക്കി വിടണമെന്നും അവളുടെ സ്ഥാനത്ത് നിന്നെ കൊണ്ടുവരണമെന്നും എൻ്റെ സ്വാർത്ഥത കൊണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഒന്നും അറിയാത്ത ഒരു കുഞ്ഞു ജീവനെ ഇല്ലാതാക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അതിനെ മാത്രമല്ല കൃഷ്ണയെയും. എൻ്റെ മോൾക്ക് ഇതിൽ പങ്കില്ലെന്ന് വിശ്വസിക്കുക ഈ പപ്പ. നീ അത് തെറ്റിക്കരുത്. ലിയോട് കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് പോൾസൺ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സത്യം പറയും മോളെ, നീ എന്തെങ്കിലും ഒപ്പിച്ചോ? നീ കാരണമാണോ ആ കൊച്ചിന് ഇത് സംഭവിച്ചത്? പോൾസൺ പോയതും ജാൻസി ലിയയ്ക്ക് നേരെ തിരിഞ്ഞു. ഓ, അത് ശരി. അപ്പോൾ മമ്മിക്കും എന്നെ സംശയമാണല്ലേ? ലിയ അവരോട് ദേഷ്യത്തിൽ ചോദിച്ചു. അതെ, സംശയമാണ്. നിന്നെ ഇത്രയും വഷളാക്കിയത് ഞാനൊരാളാണ്. എൻ്റെ സ്വാർത്ഥതയാണ്, സ്വത്തിനോടും പണത്തിനോടുമുള്ള എൻ്റെ ആർത്തിയാണ്. പക്ഷേ ഒരു ജീവനെടുക്കാൻ മാത്രം ഞാൻ നിന്നെ വഷളാക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇച്ചായൻ പറഞ്ഞതുപോലെ കൃഷ്ണയെ എനിക്ക് ഇഷ്ടമായിരുന്നില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, നിന്റെ സ്ഥാനത്ത് അവൾ വന്നതുകൊണ്ട് മാത്രമായിരുന്നു. ജോയിച്ചൻ്റെ പെണ്ണായി നീ കുരിശിങ്കൽ തറവാട്ടിൽ നിൽക്കുന്നത് സ്വപ്നം കണ്ടു പോയതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ ഇവിടെ നിന്നും പുറത്താക്കാൻ ശ്രമിച്ചത്. അല്ലാതെ അവളെ കൊല്ലണമെന്നോ അവളുടെ ഉള്ളിലുള്ള ജീവനെ നശിപ്പിക്കണമെന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ മോളും അത് ആഗ്രഹിച്ചിട്ടില്ലെന്ന് മമ്മി വിശ്വസിച്ചോട്ടെ. ജാൻസിയുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു. നിനക്കതിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ പിന്നെ എനിക്കും നിന്റെ പപ്പയ്ക്കും ഇങ്ങനെ ഒരു മകളുണ്ടാവില്ല. കുരിശിങ്കൽ സേവ്യറിൻ്റെ മകൾ ജാൻസിയാ പറയുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് ജാൻസി തൻ്റെ കണ്ണുകൾ വാശിയോടെ തുടച്ചു നീക്കി പുറത്തേക്ക് പോയി. അവരുടെ വാക്കുകളിൽ പകച്ചുപോയ ലിയ അവർ പോയ വഴിയെ നോക്കി നിന്നു. ഈശോയെ, ഞാൻ ചെയ്തത് തെറ്റായി പോയോ? ലിയയുടെ മനം അവൾ അറിയാതെ തന്നെ ഉരുകി.